അർജന്റീന ഈ വേൾഡ് കപ്പ് ഫൈനൽ ഡിസേർവ് ചെയ്തിരുന്നു. സ്കലോണി അർജന്റീനയിൽ നിന്ന് പടിയിറങ്ങാൻ സമയമായിരിക്കുന്നു. 2026 ഫിഫ വേൾഡ് കപ്പ് സ്പെയിൻ തൂക്കിയിരിക്കുന്നു. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻ, വെൽക്കം ടു നെറ്റ്വർക്ക്. 2026 ഫിഫ വേൾഡ് കപ്പ് അത് സ്പെയിൻ അങ്ങ് തൂക്കി അല്ലെ. അപ്പോ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫൈനലിനെ പറ്റി മാത്രം സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അർജന്റീനയുടെയും സ്പെയിന്റെയും ആ ഒരു വരവ്, ആ ഒരു പാത്ത്, അതൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലെ മത്സരത്തിലേക്ക് ആദ്യം പോകാം. മത്സരത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ടോട്ടലി ഡോമിനേഷൻ സ്പെയിനിന് തന്നെ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ടോട്ടലി ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറം എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാവും നല്ലത്. സോ അർജന്റീന എന്ന് പറയുന്ന ടീം ഒന്നും അല്ലാതാക്കിയ ഒരു ഫൈനലായിരുന്നു, ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ അല്ല കളി വരേണ്ടത് അല്ലെ കളിക്കേണ്ടത്. കാരണം അർജന്റീനയ്ക്ക് ഒരു രീതിയിലുമുള്ള ഡോമിനേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ടോട്ടലി ഡോമിനേറ്റ് ചെയ്യുന്ന സ്പെയിൻ. അർജന്റീനയ്ക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ തന്നെ ഒരു രീതിയിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ. അർജന്റീന ഇല്ലായിരുന്നു, അർജന്റീന ഇന്നലെ പിക്ചറിലേ ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റുകളിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അർജന്റീനയുടെ പരിതാപകരമായ അവസ്ഥ, അർജന്റീനയുടെ ഇത്രയും ഒരു മോശം പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വിത്ത് മെസ്സി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അർജന്റീനയുടെ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും പരിതാപകരമായ ഒരു പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ട് കാണണം. ഒന്ന് ആലോചിച്ച് നോക്കുക, 0 ഓൺ ടാർജറ്റ് എന്ന് പറയുമ്പോൾ 0, അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അർജന്റീന 0 ഓൺ ടാർജറ്റ്, അതായത് വേൾഡ് കപ്പിന്റെ ഫൈനലാണ് കളിക്കുന്നത്. സ്പെയിൻ 20 ഷൂട്ടുകൾ തീർത്തപ്പോ അവർ 11 ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചു. എന്നാൽ അർജന്റീന വെറും 3 ഷൂട്ടുകൾ മാത്രമാണ് അടിച്ചത്. അതിൽ ഒരെണ്ണം പോലും ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. പൊസിഷൻ നോക്കിയാൽ 68% സ്പെയിനാണ്, വെറും 32% മാത്രമാണ് അർജന്റീനയ്ക്കുള്ളത്. സോ അത് കാണുമ്പോൾ തന്നെ അറിയാം, ടോട്ടൽ ഡോമിനേഷൻ. 803 പാസസ് ആണ് ഇന്നലെ സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. 445 പാസ് മാത്രമാണ് അർജന്റീനയ്ക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കേസുകൾ നമ്മൾ എടുത്ത് നോക്കിയാലും ടോട്ടലി ഡോമിനേറ്റ് ചെയ്യുന്ന സ്പെയിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അർജന്റീന പിക്ചറിലായിരുന്നു. ലയണൽ മെസ്സി ഒക്കെ കളിക്കാൻ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഇന്നലത്തെ കളി പോയിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോ ശരിക്കും ഞാൻ അതാണ് ഈ സ്കലോണി അർജന്റീന വിടാൻ സമയമായോ എന്ന് ചോദിച്ചതിന്റെ കാര്യം. കാരണം ഞാൻ അൾജീരിയ വേഴ്സസ് അർജന്റീന മത്സരത്തിന് ശേഷം ഇട്ട വീഡിയോയിൽ അൾജീരിയയുമായിട്ടുള്ള ആ ഒരു ഗെയിം പ്ലാൻ ഒക്കെ സ്കലോണിയുടേതാണ്. അൾജീരിയക്ക് ഭയങ്കര സ്പേസ് കൊടുത്ത് കളിച്ചിട്ട് ആ സ്പേസിനെ ഉപയോഗിച്ചുകൊണ്ട് അർജന്റീന ഗോൾ സ്കോർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കിടിലം വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അതിൽ ഭയങ്കര സപ്പോർട്ടൊക്കെ വന്നിരുന്നു എനിക്ക്. ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ്സ് ആയിട്ടും വ്യൂസ് ആയിട്ടും ഒക്കെ ഷെയർ ആയിട്ടും ഒക്കെ. പക്ഷെ അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് സ്കലോണി ഈ വർഷം വലിയ എന്തൊക്കെയോ വിസ്മയങ്ങൾ തീർക്കുമെന്നാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ, ഓസ്ട്രിയയുമായിട്ടുള്ള മത്സരങ്ങൾ തൊട്ട് താഴോട്ട് പിന്നീട് സ്കലോണിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. സോ ഈ പറയുന്ന ഒരുപക്ഷെ അർജന്റീന വളരെ വീക്ക് ഒപ്പോണൻസുമായിട്ടാണ്, വീക്ക് എന്ന് പറയാൻ പറ്റില്ല, അവർ നല്ല കോമ്പറ്റീഷൻസ് കൊടുത്തു എല്ലാവരും അർജന്റീനയ്ക്ക്. ഇപ്പൊ കേപ്പ് വെർദെ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും ഒക്കെ വളരെ മികച്ച കോമ്പറ്റീഷൻ അവർ അർജന്റീനയ്ക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവരൊക്കെ അത്രയും വലിയ കോമ്പറ്റീഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു അർജന്റീന എത്ര വീക്ക് ടീമാണ് എന്നുള്ളത്. ഇംഗ്ലണ്ടായിട്ട് ജയിച്ചു കയറുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഇംഗ്ലണ്ട് ഒരു ഭാഗ്യമില്ലാത്തൊരു ടീമാണ്. അത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് സെമിഫൈനലിലൊക്കെ അവര് തോക്കും, പരാജയപ്പെടും, ഏതെങ്കിലും രീതിയിലേക്ക് അവർ തോക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ ഇംഗ്ലണ്ടിന്റെ കേസ് അങ്ങനെയാണ്. പക്ഷെ അർജന്റീനയ്ക്ക് ഒരു സ്ട്രോങ് ഒപ്പോണന്റ് വരുന്നത് ഫൈനലിലാണ്. ഫൈനൽ വന്നപ്പോഴത്തേക്ക് അർജന്റീനയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇതാണ് അർജന്റീന. സോ കറന്റ് അർജന്റീന ഇതാണ്. ഇന്നത്തെ ഫൈനലിൽ കണ്ടതാണ് കറന്റ് അർജന്റീന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അർജന്റീനയിൽ അഴിച്ചുപണിക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. സ്കലോണിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുമുള്ള കോൺട്രിബ്യൂഷൻസ് ഇപ്പൊ എത്തുന്നില്ല. മെസ്സിയിലേക്ക് ബോൾ എത്തിക്കുക എന്ന ഒറ്റ ടാക്ടിക്സിലാണ് അർജന്റീന ഇവിടം വരെ എത്തിയത് എന്നുള്ള ഒരു സത്യമാണ്. സ്കലോണിക്ക് എന്താണ് ഇന്നലെ ചെയ്യാൻ സാധിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി. സ്പെയിൻ അത്രയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ സ്കലോണിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഏറ്റവും വലിയൊരു തോൽവിയായിട്ടാണ് ഞാൻ നോക്കി കാണുന്നത്. അപ്പോ സ്കലോണി ഇറങ്ങാനായോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അർജന്റീനയിൽ അഴിച്ചുപണികൾക്ക് സാധ്യത ഇനി വളരെ കൂടുതലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അർജന്റീനയ്ക്ക് പകരം ഇന്നലെ മറ്റേതെങ്കിലും ഒരു ടീമായിരുന്നു ഫൈനൽ കളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മത്സരം എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. 0 ഓൺ ടാർജറ്റ് എന്നൊക്കെ പറയുമ്പോൾ, അതും വേൾഡ് കപ്പിന്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നമുക്കതത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഭാഗ്യം, അർജന്റീനയ്ക്ക് ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യം കൊണ്ട് ഇവിടെ വരെ എത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ ഞാൻ ഈ ഭാഗ്യത്തിന്റെ കേസ് പറയുന്നത്, ഇന്നലെ എത്ര ഗോൾ ചാൻസ് ആണ് സ്പെയിനിന് മിസ്സായത് എന്നുള്ളതാണ്.
സ്പെയിൻ മിസ് ചെയ്തത് പോരാഞ്ഞിട്ട് പിന്നെ എമിലിയാനോ മാർട്ടീനസ് എന്ന് പറയുന്ന അങ്ങേരുണ്ടല്ലോ, അങ്ങേരില്ലായിരുന്നെങ്കിൽ ഇവരെത്ര സേവാണ് നിലയെടുത്തത്, അങ്ങേരില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. അപ്പൊ മൊത്തത്തിൽ ഭയങ്കര അവസ്ഥയായിരുന്നു അർജന്റീനയുടെ കേസ് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അർജന്റീന പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി. സോ നമ്മൾ ഒരു മെന്റാലിറ്റിയെ പറ്റി പറഞ്ഞു, ഏതാ അവർക്ക് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അർജന്റീന കളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞാണ്, എന്റെ വീഡിയോ ഫോളോ ചെയ്ത ആളുകൾക്ക് അറിയാം. പക്ഷെ ആ മെന്റാലിറ്റിയൊക്കെ തകർക്കുന്നതായിരുന്നു സ്പെയിന്റെ ഇന്നത്തെ മത്സരം, ഇന്നത്തെ കളി. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും, അതായത് അർജന്റീന ജയിച്ചുകൊണ്ടിരുന്ന ഓരോ മത്സരത്തിന്റെയും വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ്, അവസാനത്തെ ഒരു 10 മിനിറ്റ് അർജന്റീനയോട് എങ്ങനെ ഡിഫൻസ് ചെയ്യണം. അത് അർജന്റീനയുടെ കാലെ ബോൾ കൊടുത്തോണ്ട്, ബോൾ കൊണ്ട് വരുമ്പോൾ തടുത്തിടുന്ന പരിപാടി ആവരുത്, ബോൾ കാലിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ടൈം ഡിലേ ചെയ്ത് പാസ് ചെയ്ത് അർജന്റീനയ്ക്ക് ബോൾ കൊടുക്കാതെ കളിക്കണം, അങ്ങനെ ഡിഫൻസ് ചെയ്യണം നമ്മൾ പലതവണ പറഞ്ഞു. സോ ഇന്നലെ നമ്മൾ സ്പെയിൻ അങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്, അല്ലെ? സ്പെയിൻ ഇന്നലെ അങ്ങനെയാണ് ഡിഫൻസ് ചെയ്യുന്നത്. അവസാന മിനിറ്റുകൾ സ്പെയിൻ ഡിഫൻസ് ചെയ്തത് അങ്ങനെയാണ്. സ്പെയിന്റെ കാലിൽ ബോൾ വെച്ച് അർജന്റീനയ്ക്ക് ബോൾ കൊടുക്കാതെ, ഇപ്പൊ ലൂക്ക വില്യംസിനൊക്കെ ചില ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ഒക്കെ കയറി ബോക്സിന്റെ ഉള്ളിൽ പോയി ഒരു ഡേഞ്ചർ സൃഷ്ടിക്കാനും, അല്ലെങ്കിൽ ഒരു ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഓൺ ടാർഗറ്റ് അടിക്കാനും, അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാൻ വരെ ഉള്ള പല അവസരങ്ങളും അവസാന നിമിഷങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ വില്യംസ് ഒക്കെ ചെയ്തേണ്ട, ബോൾ ഒന്ന് ഡ്രിബിൾ ചെയ്ത് അവിടെ വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് വീണ്ടും വലിക്കുന്നു, ബാക്കിലേക്ക് പാസ് പോകുന്നു, ടൈം ഡിലേ ചെയ്യുന്നു. സോ അതാണ് ഫുട്ബോൾ, അതാണ് ഡിഫൻസ്, അങ്ങനെയാണ് ഡിഫൻസ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്റെ മനസ്സിൽ ഇന്നലെ ആലോചിച്ചിരുന്നു, സ്പെയിനെ സംബന്ധിച്ചിട്ട് ബോൾ കാലിൽ വെച്ച് കളിക്കുന്ന ഒരു ടീമാണ്, ബോൾ കൊടുക്കാത്തൊരു ടീമാണ്. അപ്പൊ അവര് അർജന്റീനയോട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ഡിഫൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ടായിരുന്നു. ഇന്നലെ സ്പെയിൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പൊ അത് സ്പെയിൻ ഭയങ്കരമായിട്ടൊരു ക്ലാപ്പ് അറിയിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഇതുവരെ ഒരു ടീമിനും അവസാന 10 മിനിറ്റുകളിൽ അർജന്റീനയെ പിടിച്ചു കെട്ടാൻ പറ്റിയിരുന്നില്ല. ഇതിപ്പോ സ്പെയിൻ 120 മിനിറ്റ് അർജന്റീനയെ പിടിച്ചു കെട്ടി എന്നുള്ളതാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അർജന്റീന ആരാധകർക്കൊന്നും വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു കളിയൊക്കെ തോക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരികയും വിഷമം വരികയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആർക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. പക്ഷെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം, പക്ഷെ വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കളിച്ചു തോറ്റെങ്കിൽ ഒരു വിഷമം വരും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് കളിക്കാതെ തോറ്റപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുമ്പോൾ ഞാൻ മെന്റാലിറ്റിയിലാണ് തുടങ്ങിയത്. മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അർജന്റീനിയൻ പ്ലേയേഴ്സിന്റെ ഒരു ഭയങ്കര ബാഡ് മെന്റാലിറ്റീസ് ഉണ്ട്. അവര് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 21 കോപ്പ അമേരിക്ക അടിച്ചതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ടുള്ള അർജന്റീനയുടെ പ്ലേയേഴ്സിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത 22 വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം ലയണൽ മെസ്സിയിൽ പോലും ആറ്റിറ്റ്യൂഡിൽ ഭയങ്കരമായ മാറ്റം വന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലയിടത്തും പല സ്ഥലങ്ങളിൽ, ഇപ്പൊ ഈവൻ MLS മെസ്സി കളിക്കുമ്പോൾ പോലും ബിഹേവിയറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ്, കുറച്ച് അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് എടുത്തു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പാരഡൈസ് ഒക്കെ എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു. പാരഡൈസ് ഒക്കെ PSG കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. പക്ഷെ പാരഡൈസ് ഒക്കെ ആണെങ്കിൽ ഇന്നലെ പാരഡൈസ് ഒക്കെ എന്താ കാണിച്ചത്? ഗ്രൗണ്ടിൽ കളി ബിസിൽ അടിക്കുന്നത് വരെ നിങ്ങൾ അവിടെ എന്തും കാണിക്കും. 90 മിനിറ്റോ 120 മിനിറ്റോ കളി നടക്കുകയാണ്. കളിക്കിടയിൽ എന്തും നടക്കും. കാരണം ഫുട്ബോളാണ്, ഫിസിക്കൽ ഗെയിമാണ്, പല രീതിയിലുള്ള ഒന്നും തള്ളും പ്രശ്നവും പരിപാടിയൊക്കെ ഉണ്ടാവും. ബിസിൽ ചെയ്ത് കളി കഴിഞ്ഞാല് മാന്യത കാണിക്കണം. ഇതിന് എന്താ കാണിച്ചത്? ഗാവിനെയൊക്കെ എടുത്ത് എറിയുന്നു. കളി തോറ്റെന്ന് അംഗീകരിച്ചുകൂടെ? കളി തോറ്റു, തോൽവി അംഗീകരിക്കുക. അല്ലാതെ ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനെ ചെന്ന് കയ്യേറ്റം ചെയ്യുന്നു, ഇടിക്കുന്നു, കുത്തുന്നു, വെട്ടുന്നു, എന്തുവാണ് ഇത്? അപ്പോ ഫ്രസ്ട്രേഷൻ ഒരു രീതിയിലും പിടിച്ചു നിർത്താൻ പറ്റാഞ്ഞ ഒരു അർജന്റീന ടീമിനെ നമ്മൾ ഇന്നലെ കണ്ടു. പിന്നെ ലയണൽ മെസ്സിയും കുക്കറായാലും തമ്മിലുള്ള ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പുച്ഛമാണ് തോന്നിയത് മെസ്സിയോട്. കാരണം മെസ്സിയെ പോലെ ഒരു ലെജൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നു അത്. ഇപ്പൊ കുക്കറായിൽ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുക്കറാലിന്റെ സ്റ്റേറ്റ്മെന്റിൽ പുള്ളി പറയുന്നത് സ്വാഭാവികമായിട്ടും ട്രിഗർ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഈ ട്രിഗറിംഗ് എന്ന് പറയുന്ന പരിപാടി നമുക്കറിയാം, ഫുട്ബോളിലാണെങ്കിലും മറ്റേത് ഗെയിമിലാണെങ്കിലും ഉള്ളതാണ്. ട്രിഗർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉള്ളതാണ്. അപ്പൊ പുള്ളി ഒരു ട്രിഗറാണ് ചെയ്തത്. അപ്പൊ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്, പോട്ടെ. ഇനിയിപ്പോ ഇങ്ങനെ തപ്പിപ്പിടിച്ചാൽ പോലും നമ്മൾ ഈ വേൾഡ് കപ്പിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് കണ്ടു. പക്ഷെ ഞാനങ്ങനെ അധികം കണ്ടില്ല. ഈ ഇങ്ങനെ തപ്പിപ്പിടിച്ചതിന്റെ പേരിൽ കാർഡ് കൊടുക്കുന്നതോ പുറത്തിരുത്തുന്നതോ ഒന്നും ഞാൻ കണ്ടില്ല. പലരും അർജന്റീനയുടെ പ്ലേയേഴ്സ് പോലും തപ്പിപ്പിടിച്ച് സംസാരിക്കുന്നത് നമ്മൾ പലതവണ കണ്ടു. മെസ്സി പെട്ടെന്ന് റഫറിയൊക്കെ വിളിച്ചു, റഫറി മറ്റേ പറ ഇവന്റെ പിച്ച്, ഇവന്റെ നുള്ളി, ഇവന്റെ മാന്തി എന്ന് പറയുന്ന പോലത്തെ പരിപാടിയായിരുന്നു. അത് കൈ ഇങ്ങനെ വെച്ച് സംസാരിച്ചു, കാർഡ് കൊടുക്കുക, അവരെ കയറ്റി വിടാനൊക്കെ. എന്ത് കോമഡി ആയിരുന്നു അത്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് ചേർന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോ ഭയങ്കര എന്താ പറയാ, പ്രത്യേകിച്ച് വലിയതായിട്ട് നമുക്ക് ഫൈനലിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്പെയിനെ സംബന്ധിച്ചിട്ട് അറിയാമല്ലോ, സ്പെയിൻ കബോ വെർദയുമായിട്ടുള്ള ആദ്യ മത്സരത്തില് സ്പെയിൻ ഒരു സമനില വഴങ്ങിയിരുന്നു. പക്ഷെ കബോ വെർദെ എങ്ങനെയോ സ്പെയിനെ പിടിച്ചു കെട്ടിയതാണ്. പിടിച്ചു കെട്ടിയെന്നൊന്നും പറയാൻ പറ്റൂല. ഡിഫൻസ് ചെയ്ത് കട്ടക്ക് ഡിഫൻസ് ചെയ്ത് അവരങ്ങ് നിന്നു. പക്ഷെ
അന്ന് ലമീൻ യമാലൊന്നും ഫസ്റ്റ് ലോണിലൊന്നും വന്നിട്ടില്ല. യമാലൊക്കെ ലാസ്റ്റ് അവസാന നിമിഷമാണ് വരുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും തൂഫാനാക്കിക്കൊണ്ട് തന്നെയാണല്ലോ പെയിൻ കയറി വന്നത്. അപ്പൊ പെയിൻ ഓരോ കളി കഴിയുമ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ് ആയി. സോ ഫ്രാൻസുമായുള്ള സെമി ഫൈനലിലാണ് ശരിക്കും പെയിൻ നമ്മളെ ഞെട്ടിച്ചത് എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ ഓവർ കോൺഫിഡൻസിനെ അങ്ങോട്ട് മുതലെടുത്തിട്ട് സ്പെയിൻ അവരുടെ തനി സ്വരൂപം അങ്ങോട്ട് എടുക്കുന്നതാണ് കാണിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് അർജന്റീനയ്ക്ക് അറിയാമായിരുന്നു തോന്നുന്നു കേട്ടോ ഇതിനായിട്ട് ജയിക്കാൻ കഴിയില്ല. കാരണം കളിയിൽ കാണുന്ന ആദ്യം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അർജന്റീന ഓരോ പ്ലേയേഴ്സിനും ഒക്കെ ഭയങ്കര പ്രഷർ ഉള്ളതുപോലെ, ഈവൻ മെസ്സിയിൽ പോലും ഭയങ്കര പ്രഷർ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കണ്ടിരുന്നു. ഫൈനൽ ദിവസം രാവിലെ തന്നെ മെസ്സിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു നേരത്തെ ഒരു ജാമ്യം എടുക്കുന്നത് പോലെ ഒരു സാധനം. അപ്പോ ടോട്ടലി ആ ഒരു ഡേ തുടങ്ങിയപ്പോ തൊട്ട്, അതായത് മെസ്സിയുടെ ആ പോസ്റ്റ് മുതലേ സ്പെയിൻ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതായിരുന്നു. പിന്നീട് പറയാനുള്ളത് അർജന്റീനയുടെ ഫാൻസിനെ പറ്റിയിട്ടാണ്. ഫാൻസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് അവര് കടന്നു പൊക്കോണ്ടിരുന്നത്. സോ അത് ഇന്നലെ എൻജായോ എന്നുള്ളത് ഒരു സംശയാസ്പദമായ സാധനമാണ്. സോ വേൾഡ് ചാമ്പ്യൻസ് എന്നുള്ള ആ ഒരു ആ ഒരു ലേബൽ ഇപ്പോ അർജന്റീനയ്ക്കില്ല. സോ അത് സ്പെയിൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രസീൽ ഫാൻ ഞാൻ. പക്ഷെ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് പറയുകയായിരുന്നെങ്കിൽ, സോ അർജന്റീനയാണ് ഇന്നലെ ജയിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി രീതിയിൽ എന്റെ ചുറ്റുമുള്ള അർജന്റീന ഫാൻസ് എന്നെ ട്രിഗർ ചെയ്തേനെ. ഞാൻ പിന്നെ ആ രീതിയിൽ സംസാരിക്കേണ്ടി വന്നേനെ. കാരണം അർജന്റീന ഫാൻസിന്റെ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സോ പലരും പല ആളുകളും എന്റെ അടുത്ത് ഇരുന്നിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന സാധനമാണ്, ഞങ്ങള് ഫൈനൽ കളിച്ചപ്പോഴൊക്കെ മെസ്സി ഗോൾഡൻ ബോളുമായിട്ടേ പോയിട്ടുള്ളൂ, ഈ വർഷവും അത് അങ്ങനെ തന്നെയായിരിക്കും എന്തോ ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാവെ കേട്ടിട്ടുണ്ട്, ഗോൾഡൻ ബോളെങ്കിലും ഞങ്ങൾ എടുത്തിരിക്കും, അടിച്ചിരിക്കും. സോ ഇന്നലെ കയ്യിൽ ഒരു ബോളും ഇല്ലാതെ, ടച്ച് ചെയ്യാൻ പോലും ബോൾ കിട്ടാതെയാണ് മെസ്സി ഫൈനൽ കഴിഞ്ഞ് പോയത് എന്നുള്ളതാണ് പിന്നീട് വന്ന റിസൾട്ട് എന്നുള്ളത്. സോ ഒരു കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കരഞ്ഞോളൂ കരയൂ, കരച്ചിൽ തീർന്നില്ലേ ക്രൈമോർ എന്ന് പറഞ്ഞ് ഒരുപാട് കുറെ നാളായിട്ട് അർജന്റീന ആരാധകർ മറ്റ് ആരാധകരെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിനൊരു വിരാമമായി എന്ന് വിചാരിക്കുന്നു. സോ ഇപ്പൊ ഒരുപാട് കരച്ചിൽ മറ്റൊരു രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. സോ ദിസ് ഈസ് ഫുട്ബോൾ ആണ്. അതിങ്ങനെ കറങ്ങി വരും. സോ നമുക്കറിയാം ഇറ്റലി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ടീമിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ട് പല സീസണുകളാവുന്നു. ഇതിന്റെ ഇടയിൽ അവർ യൂറോ അടിച്ചു, എന്നിട്ടും അവർക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഓ ഇതാണ് ഫുട്ബോള് നമുക്കെല്ലാം തരികയും ചെയ്യും, അതേപോലെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും അത് മനസ്സിലുണ്ടാവുക. ഫാൻസ് ഫൈറ്റുകൾ തുടരട്ടെ. താങ്ക് യു.